കൊന്നിച്ചോ മിനസാൻ നാനോമിഷൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 31ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നാളെ ആയിരിക്കും ലോങ് വീഡിയോ വരാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് നാനോമിഷൻ 2 ചാപ്റ്റേഴ്സ് വെച്ചായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ബിക്കോസ് TBTയുടെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ നമുക്ക് കോട്ടപ്പാകാനുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും TBTയുടെ ഒരു എപ്പിസോഡും കൂടെ നമുക്കിനി ചെയ്യാനുണ്ട്. ഇത് താൽക്കാലികമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ TBTയുടെ ഒരു 4-5 ചാപ്റ്റേഴ്സും കൂടെ ഉണ്ട്. അതൊന്ന് കോട്ടപ്പായതിനു ശേഷം നമ്മൾ വീണ്ടും പഴയ ഫ്ലോയിലേക്ക് എത്തുന്നതായിരിക്കും. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഫസ്റ്റ് എൽഡർ പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ പറഞ്ഞത് താങ്കൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസ്റ്ററിൻ്റെ പൊസിഷൻ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ മരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡിമോണിക്വാളിറ്റി വെച്ച് അവൻ ആരെങ്കിലും കൊന്നാ മതിയായിരുന്നു. ഫസ്റ്റ് എൽഡർ, താങ്കളാണ് അവനെ പഠിപ്പിച്ചത്. താങ്കൾക്ക് അത് നന്നായിട്ട് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ഫോർമർ പാലസ് മാസ്റ്ററിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം താങ്കൾക്ക് തരാതെ സക്സസറായിട്ട് മാസ്റ്റർ ഡാനെ തിരഞ്ഞെടുക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഫോർമർ പാലസ് മാസ്റ്ററിന്റെ മിസ്റ്റേക്ക് നമുക്ക് എന്തായാലും റെഡിയാക്കണ്ടേ? അല്ല, താങ്കൾ എന്താണ് ഈ നോക്കുന്നത്? പെട്ടെന്നാണ് അവൻ പറയുന്നത്, താങ്കളിപ്പോൾ പറഞ്ഞത് കംപ്ലീറ്റ്ലി തെറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ്? അവിടേക്ക് നോക്കൂ. പിന്നെ കാണുന്നത് മുറുമലറ്റ്സിന്റെ ഷിപ്പ് അല്ലാതെ മറ്റു കുറച്ച് കപ്പലുകൾ അവിടേക്ക് വരുന്നതാണ്. അതിൽ കറുത്ത ഫ്ലാഗുകളാണുള്ളത്. എനിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് ഡിമോണിക് കൾട്ട് തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോഹയാണ്. അവൾ പറയുന്നുണ്ട്, ഇത് ശരിക്കും വാസ്റ്റാണ്. എന്ത് മനോഹരമായ വെള്ളമാണെന്ന് നോക്കി. ഈ ലേക്ക് ശരിക്കും ബ്യൂട്ടിഫുൾ തന്നെയാണ്. ആ സമയത്താണ് അവളിത് ശ്രദ്ധിക്കുന്നത്. അല്ല, സ്ക്വാഡ് ലീഡർ ഖാങ്. പക്ഷേ അവനൊന്നും തന്നെ മിണ്ടത്തില്ല. അല്ലേലും ഇവനൊരു മാറ്റവും. സ്ക്വാഡ് ലീഡർ ഖാങ്, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ പ്രോപ്പർലി റെസ്റ്റ് കിട്ടിയിട്ടില്ല. സോ നോർത്തേൺ സീയിലേക്ക് എത്തിയതിനു ശേഷം അവിടുത്തെ മാസ്റ്ററിനോട് സംസാരിച്ച് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക. കാര്യം അത് കമാൻഡറായുള്ള ഞാൻ നോക്കിക്കോളാം. നീ ജനറൽ ആയുള്ള സ്ട്രാറ്റജിസ്റ്റ് ആണ്. അത് മാത്രം നീ തൽക്കാലം നോക്കിയാൽ മതി. നാശം, മോയോങ്ങിനങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇവൻ ഒരിക്കലും മാറത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലാത്തത് 15 ദിവസം കൊണ്ട് വരേണ്ട യാത്ര ഇവനെന്താണ് 10 ദിവസം കൊണ്ട് വരാൻ വേണ്ടി ഇത്ര ധൃതി പിടിച്ചത്? താങ്കൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്ന പറഞ്ഞിട്ട് അവൾ നേരെ തിരിഞ്ഞ് നടന്നു. അവൾ നല്ല ദേഷ്യത്തിലുമായിരുന്നു. എന്നാൽ ഈ സമയത്താണ് കാങ് സോവ പറയുന്നത്, ദ ഗ്രേറ്റ് ഹങ് ക്ലാനെ കണ്ടതിന് ശേഷം എനിക്കെന്തൊരു ബുദ്ധിമുട്ട് പോലെ, എന്തൊരു ആങ്സൈറ്റി. പക്ഷേ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം അവളായിട്ട് അകത്ത് വന്ന് കിടപ്പുണ്ട്. സോഹേ, നീ ശരിക്കും ടയേർഡാണ്. നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാണ്ട് നോക്ക്. നീ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഉറങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. ശരിയാണ്, ഒന്ന് ഉറങ്ങിയേക്കാന്ന് പറഞ്ഞാണ് പെട്ടെന്ന് ഒരു ബഹളം കേട്ട് അവൾ കണ്ണു തുറന്നത്. അല്ല, ഇതെന്താണ്? അല്ല, അത് ശരിക്കും ഇമ്പോസിബിൾ ആണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? മാസ്റ്റർ മോയോങ്, അല്ല, എനിക്ക് തോന്നുന്നു പുറത്തെന്തോ സംഭവിച്ചെന്നാണ്. നമുക്കൊന്ന് നോക്കിയാലും പറഞ്ഞിട്ട് അവർ നേരെ പുറത്തേക്ക് വന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്ക്വാഡ് ലീഡർ അവിടേക്ക് നോക്കിയേ. നോക്കാൻ നേരത്ത് ആ ജലം അനങ്ങുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇയോൺ ചിയോൺ അവിടേക്ക് ഓടി വരികയായിരുന്നു. അതും വെള്ളത്തിന്റെ മുകളിൽ കൂടെ. അല്ല, ആ കാണുന്നത് ഡക്ക് വീഡ് വാട്ടർ സ്റ്റെപ്സ് അല്ലേ? ദ ഡക്ക് വീഡ് വാട്ടർ സ്റ്റെപ്സ് ഇതെന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന്റെ സഹായത്തോടു കൂടി വാട്ടറിന്റെ സർഫസിലൂടെ ഒരാൾക്ക് ഓടാനായിട്ട് സാധിക്കും. ഇത് വോൾഡ് സ്റ്റെപ്പിന്റെ അത്ര പാടില്ലെങ്കിൽ കൂടി ഇത് മാസ്റ്റർ ചെയ്യാൻ കുറച്ച് പാടുള്ള ഒരു സ്കിൽ തന്നെയാണ്. ഇത് ശരിക്കും അവിശ്വസനീയമാണ്. ഇത്ര വലിയ ലേക്കാണ് അവൻ ഇത്ര നിസ്സാരമായി തന്നെ, അതും ഫൂട്ടിലെ ഈ ഒരു സമയത്ത് ആ ഒരു കപ്പൽ പോകുന്നുണ്ട്. അതിന്റെ ആ വെള്ളം കംപ്ലീറ്റ്ലി ഇളകി കിടക്കുവാണ്. എന്നിട്ട് പോലും അവൻ പെട്ടെന്ന് ഇവൻ അവിടെ ആ ഒരു കപ്പൽ വന്ന് കയറി. ഇതൊരു ഇൻവെൻഷനാണ്, തടയോ അവനെ. അല്ല, കൾട്ട് ലീഡർ ചിയോണോ? ദ ഡിമോണിക് കൾട്ട് ലീഡറോ? ഇവിടെ ആരാടാ? കാങ് സോവ. അല്ല, ഡിമോണിക് കൾട്ടി ഇത്ര സ്കില്ലുള്ള ഒരാളുണ്ടായിരുന്നോ? താങ്കൾ എന്താണ് പറഞ്ഞത്? ആ കൾട്ടിലെ ഷിപ്പിൽ നിന്ന് ഒരാൾ നിലത്തേക്ക് ഇറങ്ങി ആ വെള്ളത്തിൽ കൂടെ ഡക്ക് വീഡ് സ്റ്റെപ്പ് യൂസ് ചെയ്ത് നമ്മുടെ മുറുമലൻസിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. എങ്ങനെ? കാണുന്നിടത്ത് വാട്ടർ കാമായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ഈ ലേക്ക് കംപ്ലീറ്റ്ലി ഫിറോഷ്യസ് ആണ്. അതുമാത്രമല്ല, അത് ഇവിടുത്തെ നോർത്തേൺ സീയിലെ മാസ്റ്റേഴ്സിന് പോലും ചെയ്യാൻ പറ്റാത്ത അത്ര പവർഫുൾ ആയിട്ട് കാര്യമാണല്ലോ അവൻ ചെയ്തത്. അല്ല, ഇനിയെങ്ങാനും ഡിമോണിക് സൗത്ത് മാസ്റ്ററുള്ള ഇയോൺ യൂചോങ് അറിയോ? അവനാട്ടെ വൺ ഓഫ് ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിലും ഒരാളാണല്ലോ. കൾട്ട് ലീഡറോ? അവന് കണ്ടിട്ട് 10-20 വയസ്സ് പോലും ഇല്ലല്ലോ. ശരിയാണ്, നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. പക്ഷെ അവനാണ് ഡിമോണിക് കൾട്ടിലെ ലീഡർ. അതിനർത്ഥം ഡാൻബേഗ് ആക്ച്വലി അവനെ കൺവിൻസ് ചെയ്തെന്നാണോ? പക്ഷെ എങ്ങനെ? ഇതൊട്ടും തന്നെ നല്ലതല്ല. എനിക്ക് തോന്നുന്നു അവർ ഗ്രേറ്റ് ഹങ്ക്ലാനെ കണ്ടിട്ടുണ്ടാകുമെന്നാണ്. ഞാൻ അവിടെ വെച്ച് തന്നെ സ്ക്വാഡ് ലീഡറിനെ തടയേണ്ടതായിരുന്നു ആ ഒരു സ്കീം ചെയ്തപ്പോൾ തന്നെ. ഇതിങ്ങനെയാണെങ്കിൽ ഇതൊട്ടും തന്നെ നല്ലതല്ല. പക്ഷേ ഇയോൺ ബൂസ്റ്റ് എടുക്കാൻ ചെയ്തത് വെച്ച് നോക്കുന്നത് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഞാൻ കുറച്ച് സൂക്ഷിച്ച്. സ്ക്വാഡ് ലീഡർ, നമ്മളിനി എന്ത് ചെയ്യും? അപ്പോ നീയാണല്ലേ അവൻ? ജാഗൽ, ഇത് പ്രശ്നമാണ്. ചിലപ്പോൾ സ്ക്വാഡ് ലീഡറിന്റെ ജീവൻ വരെ ആപത്തിലാണ്. എന്ത്? നിനക്കത് അറിഞ്ഞൂടാ. പക്ഷേ കൾട്ട് ലീഡർ ചിയോൺ അവനെ ആരെങ്കിലും എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആരെയും വെറുതെ വിടാറില്ല. നാംഗുൻ പെട്രേച്ചനെ കൊന്നത് തന്നെ ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ സ്ക്വാഡ് ലീഡറിന്റെ മരണം ചിലപ്പോ. ആ സമയത്ത് ഇയോൺ നേരെ നിലത്തേക്ക് ഇറങ്ങിയിട്ട് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെയായിട്ട്
ഒരു ഡേഞ്ചറസ് അല്ല സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങി. പെട്ടെന്നാണ് ജാഗൽ വട്ടം വന്ന് നിന്നത്. തൽക്കാലം ഞാൻ അവനെ ഡിസ്ട്രാക്ട് ചെയ്യാം. കൾട്ട് ലീഡർ ചിയോൺ, നമ്മൾ കണ്ടിട്ട് കുറച്ചായി. എൻ്റെ പേര് ജാഗേൽ സോഹെ എന്നാണ്. ഞാൻ മുറിം അലയൻസിൻ്റെ ജനറൽ സ്ട്രാറ്റജിസ്റ്റാണ്. മുന്നിൽ നിന്ന് മാറടി. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. അല്ല, ഇതെന്താണ്? ഒരു സ്ത്രീയോടാണോ അവൻ ഇത്ര ക്രൂരമായി തന്നെ സംസാരിക്കുന്നത്? അവളൊരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും അവൻ നൽകുന്നില്ലല്ലോ. കൾട്ട് ലീഡർ ചിയോൺ, താങ്കളെത്താണ് ഇവിടേക്ക് വന്നത്? നീയൊക്കെ എന്താ പൊട്ടം കളിക്കുവാണോ? പെട്ടെന്ന് വീണ്ടും അവളൊന്ന് ഞെട്ടി. അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന്. ഇങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടായിരിക്കും. നാശം, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ? നീ മാറി നോക്ക്, അതെന്റെ അതിഥിയാണ്. സ്കൂൾ ലീഡർ, പക്ഷേ ഞാൻ പറഞ്ഞില്ല മാറാനായിട്ട്. നാശം, ഇതൊട്ടും തന്നെ നല്ലതല്ല. നീ ഇവിടെ പ്രൈഡ് കാണിക്കേണ്ട സമയമല്ല. നിന്റെ ഒപ്പോണന്റ് എന്ന് പറയുന്നത് ജിങ്ഹുല, വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് മാനാണ്. നീ എന്ത് ചെയ്യും? ചിലപ്പോൾ നീ ഇവിടുത്തെ ജീവനോടെ പോലും. ആ സമയത്ത് അവൻ പറയുകയും ചെയ്യും, അപ്പോൾ ഇതാണല്ലേ ഡിമോണിക് കൾട്ടിലെ ലീഡറായുള്ള ഇയോൺ ചിയോൺ. ശരിയാണ്, ഇവന്റെ ഓർ ശരിക്കും ഭയാനകമാണ്. ഇവനെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിരിക്കും മുറുമലാൻസിന്റെ ഹെഡിന്റെ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഞാൻ ഇയോൺ ബൂസിനെ പോലെ വിട്ടിയല്ല, അതുപോലെ ഞാൻ ചെയ്യത്തുമില്ല. ഞാൻ ഇവനെ എങ്ങനെയായാലും യൂസ് ചെയ്യാനായിട്ട് നോക്കണം. അതിനുശേഷം അവൻ നേരെ മുട്ടുകുത്തി എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ മുറിമലൻസിന്റെ ബ്ലാക്ക് ഷാഡോ സ്കോഡ് ലീഡറാണ്. എന്റെ പേര് കങ് സോഹ എന്നാണ്. താങ്കളുടെ ദേഷ്യത്തിന്റെ റീസൺ ഹങ് ക്ലാൻ താങ്കളെ തകടഞ്ഞതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ പുറകെ വരുന്ന എല്ലാവരും തന്നെ തടയാനായിട്ട്. ഒന്നോർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലത് തന്നെയാണ്. അവൻ കാര്യങ്ങൾ ഏറ്റു പറയുന്നുണ്ട്, അവൻ തല ഉനിക്കുന്നുണ്ട്. ശരിക്കും നാണക്കേടാണ്. പക്ഷെ ജീവനോടെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ ഒരിക്കലും പ്രവോക്ക് ചെയ്യാനായിട്ട് പാടില്ല. എന്തായാലും കാര്യങ്ങൾ ഞാൻ കൺഫ്യൂസ് ചെയ്തു. ഇനി അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും അതാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ നോക്കിയപ്പോഴാണ്, അപ്പോൾ നിനക്കൊന്നും തന്നെ ചെയ്യാനില്ലേ? എങ്കിൽ പിന്നെ നീ ചെയ്തതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കല്ലേ പറഞ്ഞിട്ട് ഇയോൺ തന്റെ സോഡിൽ കയറി പിടിക്കെ അവൻ അത് കണ്ട് ഞെട്ടി തരിച്ച് പോവുകയും ചെയ്യും. കൾട്ടിലിറച്ചിയോൺ, നമ്മൾ അലൈസാണ്, അത് താങ്കൾ മറക്കണ്ട. കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെയാണ് താങ്കൾ ഇപ്പൊ ഇങ്ങനെ. അത് കൊള്ളാം, അലൈസ് അല്ലേ? അപ്പോൾ എൻ്റെ അലൈസ് തന്നെ എന്നെ ആദ്യം ആക്രമിക്കാൻ നോക്കിയിട്ട്. അല്ല, അത് എന്തായാലും സമയം കളയാൻ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇയോൺ അറ്റാക്ക് ചെയ്തിട്ട് പോയപ്പോൾ പെട്ടെന്നാണ് ഒരുത്തൻ വന്ന് അവനെ ബ്ലോക്ക് ചെയ്തത്. പക്ഷേ അത് നിസ്സാരമല്ലായിരുന്നു. അവൻ്റെ കൈയുടെ ആ ഒരു എല്ല് വരെ ഒട്ടിഞ്ഞുപോയി. ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്തിട്ടാണെങ്കിലും എനിക്കിത് ബ്ലോക്ക് ചെയ്യാൻ. നീ ഇത് ബ്ലോക്ക് ചെയ്തല്ലേ? സ്കോഡ് ലീഡർ കാങ്ങിന് ഇവിടെ കഴിച്ചത് നോർത്തേൺ ഐസ് പാലസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. താങ്കളെ ഒരിക്കലും അവനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഡീമൺ ഗോഡാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നിന്നെ പേടിയാണെന്നാണ് വിചാരിച്ചത്. എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്തുകൊണ്ട് ആ ഒരു സോളിലേക്ക് അവൻ്റെ എനർജി അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യും. ഇത് ശരിക്കും അനോയിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇയോൺ നേരെ അവൻ അറ്റാക്ക് ചെയ്ത് നേരെ ദൂരത്തേക്ക് എടുത്തെറിയുകയും അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേക്ക് പോയി വീഴുകയും ചെയ്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെങ്കിലും എൻ്റെ വട്ടം വന്നാ ഞാൻ ഇതേ എന്തെന്ന് കാണിച്ചു തരത്തില്ല. അവനെ തടയൂ. സ്കോഡ് ലീഡറിന്റെ അടുത്തേക്ക് അവനെ എത്തിക്കില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് അറ്റാക്ക് ചെയ്തിട്ട് വന്നപ്പോഴാണ് അവൻ പറഞ്ഞത് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ ഒരു സോഡ് എടുത്ത് അവൻ്റെ കൈനെ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. പിന്നെ കാണുന്നത് അവൻ്റെ ഒരു കൈപ്പത്തി നേരെ നിലത്തേക്ക് വീണതാണ്. വേദന കൊണ്ട് അവൻ കാറാൻ നോക്കുന്നുണ്ടെങ്കിലും പിടിച്ച് കടിച്ച് അവൻ അവിടെ നിന്നു. സ്കോഡ് ലീഡർ, എനിക്കറിയാം ഇതുകൊണ്ട് താങ്കളുടെ ദേഷ്യം തീരത്തില്ലെന്ന്. പക്ഷെ ഞങ്ങളിവിടേക്ക് വന്നത് നോർത്തേൺ സീ ഐസ് പാലസിനെ സഹായിക്കാനായിട്ടാണ്. അതുകൊണ്ട് ഇത് കഴിയുന്നവരെ താങ്കളൊന്ന് ക്ഷമിക്കണം. ഇത്രയും മാത്രമേ എനിക്ക് ഇപ്പം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ എന്ത് വില തരാൻ ഞാൻ തയ്യാറാണ്. അവൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അവനെൻ്റെ കൈയുടെ ആ ഒരു പത്തി മാത്രം മുറിച്ചു മാറ്റി. ഇയോൺ ചെയ്യാൻ അങ്ങനെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ കൈ പൂർണ്ണമായിട്ടും പോയെന്ന്. വലിയൊരു മുറിവിനെ അവൻ ചെറിയൊരു മുറിവാക്കി മാറ്റി. അവൻ എൻ്റെ ഷോൾഡറിൽ നിന്ന് മുറിച്ചു കളയാനാണ് ആദ്യം ശ്രദ്ധിച്ചത്. അതെനിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ ഞാനൊരു റൂമർ കേട്ടിരുന്നു ഇവനെ കൊല്ലാൻ ആഗ്രഹമില്ലാത്ത എല്ലാവരുടെയും കൈ മാത്രമേ എന്നെ അറുത്ത് കളയാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൂർണ്ണമായിട്ട് ഒരു കൈ പോകുന്നതിനെക്കാട്ടും നല്ലത് എൻ്റെ കൈയുടെ ആ ഒരു റിസ്റ്റ് മാത്രം പോകുന്നതല്ലേ. അതിലുപരി ജിംഹലെ വൺ ഓഫ് ദി തേർഡ് മോസ്റ്റ് ഓർഗനൈസേഷനിലെ ഒരു ലീഡർ കൂടിയാണ്. ഇനി അവൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അവൻ ഉറപ്പായിട്ടും എല്ലാവരുടെ മുമ്പിൽ നാണം കെടുന്നതാണ്. ഇത് കൊള്ളാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് മുമ്പിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും ഞാൻ നിന്റെ കൈ തന്നെയാണ് എടുക്കാൻ നോക്കിയത്. പക്ഷേ അത് നീയായിട്ട് തന്നെ എടുത്തല്ലേ. കണ്ടിട്ട് സ്കോഡ് ലീഡർ കാങ്ങിന്റെ പ്ലാൻ വർക്കൗട്ട് ആയെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ നമുക്കിവിടെ ഫൈറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവനെ ശരിക്കും പേടിക്കേണ്ടതായിട്ടുണ്ട്. ഇവൻ യോ ബോസിനെ പോലെയല്ല, അവന് വ്യക്തമായ പ്ലാൻസ് തന്നെയുണ്ട്. ഞാൻ താങ്കൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. താങ്കളുടെ ദയ കാരണം ഞാൻ ഉറപ്പായിട്ടും ഞാൻ പ്രതികാരം വീട്ടിരിക്കും. എൻ്റെ നാണക്കേടിന് ഉറപ്പായിട്ടും ഇത് ഡ്രാഗൺ ടർട്ടിൽ ക്ലോയിനെ പറ്റി ഞാൻ വായിച്ച് സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും റെഡിയാകും. ഈ മിത്തിക്കൽ ക്രീച്ചേഴ്സിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ അവരുടെ കോറ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ റീജറേഷൻ കിട്ടും. ഇൻസൈനാണല്ല, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൈ ഉറപ്പായിട്ടും റീജറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അതുകൊണ്ട്
ഞാൻ എങ്ങനെയെങ്കിലും 4 ഹെഡറുള്ള ഡ്രാഗൺ സ്റ്റാറിന്റെ തല ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. അതിനുശേഷം എൻ്റെ ക്യൂയും കൂടെ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിന്റെ ലെവലിലേക്ക് എത്താനും സാധിക്കും. അതുറപ്പാണ്. പിന്നെ പ്രതികാരത്തിന്റെ സമയം കൂടാൻ നേരത്ത് അതിന്റെ വീര്യം കൂടാറില്ലേ? സത്യം പറഞ്ഞ അപ്പോഴാണ് അവൻ ആരാണെന്ന് ശരിക്കും തെളിയുന്നത്. കാങ് സോഹ, അവൻ ദി ബ്ലാക്ക് ഷാഡോ സ്ക്വാഡ് ലീഡർ ആയിരുന്നു. എന്നാൽ അതുമാത്രമല്ല, ബ്ലൂ ഹെവൻ സൊസൈറ്റിയുടെ യങ് മാസ്റ്റർ കൂടിയായിരുന്നു. ഡിമോണിക് കൾട്ടിനെയും അൺഓർത്തഡോക്സ് സെക്ടിനെ കൊല്ലാനായിട്ട് ഞാൻ ഇത്ര നാണക്കേട് സഹിക്കാനും തയ്യാറാണ്. നീ എന്താണ് ഇപ്പൊ പ്ലോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നീ സത്യം പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നോക്കിയത്? എനിക്ക് മനസ്സിലായില്ല. നിന്റെ കൈ അറുത്ത് മാറ്റിയതിനു ശേഷം നിന്നെ വെറുതെ വിടാനാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ നിന്റെ ബുദ്ധിസാമർഥ്യവും നിന്റെ ഡിറ്റർമിനേഷൻ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ അപകടകാരിയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സ് ഞാൻ മാറ്റി. അല്ല, നാശമൊന്നും പറയുന്നതിന് മുമ്പ് ഇവനൊരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അവരെല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു. കാര്യം അവൻ്റെ സോഡ് പുറത്ത് വന്ന് കഴിഞ്ഞിരുന്നു. പിന്നെ കാണുന്നത് കാങ്സോയുടെ ശരീരത്തിൽ നിന്ന് ചോര ഇറ്റ് വീണിട്ട് അവൻ്റെ തലനിര അറ്റ് നിലത്തേക്ക് വീണതാണ്. അതുകൊണ്ട് അവൾ പേടിച്ച് കാറും സ്കൂളിൽ കാങ്. ആ സമയത്ത് ബാക്കള് പെട്ടെന്ന് അവൻ അറ്റാക്ക് ചെയ്തിട്ട് വരികയും ഒന്നങ്ങി പോരുത്. പെട്ടെന്ന് അവർ പേടിച്ച് അവിടെ നിന്നു. കൾട്ടിലിടർച്ചിയോ, താങ്കൾ എന്താണ് ചെയ്തതെന്ന് താങ്കൾക്ക് മനസ്സിലായോ? ഞാൻ ചെയ്തത് എന്താന്ന് വ്യക്തമായി തന്നെ എനിക്കറിയാം. കാങ് സോഹ ഞങ്ങളെ തടയാൻ നോക്കിയിട്ടും നിങ്ങളൊന്ന് ശബ്ദം പോലും ഉയർത്താതെ അവിടെ നിന്നല്ലേ. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. നാശം, ഇനി ഞങ്ങൾക്ക് ചോദ്യം പോലും ചോദിക്കാനുള്ള ഒരു അധികാരം പോലും ഇല്ല. അവൻ നന്നായിട്ട് തന്നെ അറിയാം ഗ്രേറ്റ് ഹങ് ക്ലാനോട് എന്താണ് സംഭവിച്ചതെന്ന്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നോർത്തേൺ സീ ഐസ് പാലസിന്റെ കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ മതി. അതിനി പ്രതികാരം വീട്ടാനാണെങ്കിലും ഞാൻ അവിടെ തന്നെ കാണും. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വെച്ചോണം, പ്രതികാരത്തിനായിട്ട് വരുന്നവര് ജീവൻ ത്യജിക്കാനും തയ്യാറായിരിക്കണം. അതിനുശേഷം ഇവനോടൊന്ന് പോകുകയാണ്. പെട്ടെന്നാണ് ഒരാൾ നടന്ന് അവൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ്റെ ആ ഒരു തലയെടുത്ത് കൈ പിടിച്ചിട്ട് പറയും ചെയ്യും, സ്കോളിലിറക്കാം. അല്ല, ബ്ലൂ ഹെവൻ സൊസൈറ്റിയുടെ യങ് മാസ്റ്റർ, താങ്കൾ അവസാന നിമിഷം താങ്കൾക്ക് കണ്ണുപോലും അടക്കാൻ. അതിനുശേഷം അവൻ്റെ കണ്ണടച്ചു. ആ സമയത്ത് അവൻ നന്നായിട്ട് കരയുകയായിരുന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ ഉറപ്പായിട്ടും താങ്കളുടെ വില്ല് കണ്ടിന്യൂ ചെയ്യും. അൺഓർത്തഡോക്സ് സെക്ടിനെയും ഡിമോണിക് കൾട്ടിനെയും ഞാനിവിടുന്ന് ഉറപ്പായിട്ടും ബ്ലൂ ഹെവൻ സൊസൈറ്റിക്ക് വേണ്ടി തുടച്ച് മാറ്റുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് നോർത്തേൺ സീ ഐസ് പാലസ് ആണ്. പാലസ് മാസ്റ്ററിന്റെ ഓഫീസ്. ഇത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു സക്സസറിന്റെ ന്യൂസ് കാണുമ്പോൾ ഡിമോണിക്കൽ ലീഡർ ഇവിടേക്ക് വന്നെന്നാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല, ബാക്കിയുള്ള ഡിമോണിക്കൽ മാർഷൽ ആർട്ടിസ്റ്റും ഈ ഒരു കാര്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കാരണം തന്നെ നമ്മൾ ഓർത്തഡോക്സ് മുറിം അലയൻസിന്റെ സഹായം തേടിയ കാര്യം ആരും സംസാരിക്കുന്നത് പോലുമില്ല. ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ എൽഡേഴ്സും അവിടേക്ക് തിരിയും. നമുക്കൊന്നും തന്നെ നാശം. ഡിമോണിക്കൾട്ടിന് ഒഫീഷ്യലായ റിക്വസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് അവരിവിടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതിലുപരി ഡ്രാഗൺ സ്റ്റാർട്ടിൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഈ ഒരു ഡ്രാഗൺ സ്റ്റാർട്ടിൽ അത് 4 തലയുള്ള ഒരു മോൺസ്റ്റർ തന്നെയാണ്. നോർത്തേൺ സീക്ക് ഒറ്റക്ക് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷേ അതിനെ നോക്കോ, എൻ്റെ പാലസ് മോസ്റ്ററിന്റെ പൊസിഷൻ നോക്കോ, എന്താണ് നോക്കേണ്ടത്? എനിക്ക് തോന്നുന്നു സേഫർ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാനായിട്ട് അവരുടെ കൂടുന്നതായിരിക്കും നല്ലത്. ഇതെന്തായാലും ടെമ്പററി ആയിട്ടല്ലേ, അതുകൊണ്ട് കാര്യങ്ങളൊന്ന്. ആ സമയത്താണ് ഫസ്റ്റ് എൽഡർ പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ഡിമോണിക് കൾട്ട് ലീഡറിന്റെ പുറക്കെയാണ് നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ അവന് ദേഷ്യം വന്നു. ആ കിളവന്മാരെല്ലാവരും ഞാൻ ഈ പാലസ് മാസ്റ്റർ ആയപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്, ഇവർക്കൊന്നും മനസ്സിലാകത്തില്ലേ? ഇതെല്ലാം കാണുന്നിടത്ത് ഫസ്റ്റ് എൽഡർ മിണ്ടാതെ നിൽക്കും. എന്നിട്ട് പറയുകയും ചെയ്യും, താങ്കൾ ഇവിടുത്തെ വൺ ഓഫ് ദി പവർഫുൾ മാനാകാനല്ലേ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരിക്കലും സോഫ്റ്റ് ആകാനായിട്ട് പാടില്ല. താങ്കളുടെ പാത ശരിക്കും കഠിനമായിരിക്കും. അതെന്തായാലും ഞാൻ ഉറപ്പാക്കുകയും ചെയ്യും. പിന്നെ സക്സസറായുള്ള താങ്കളുടെ നെഫ്യൂ, അവൻ എന്തായാലും ഈ ഒരു പാതയിൽ നിന്ന് ഞങ്ങൾ റിമൂവും ചെയ്യും. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.